അൻവറിനെ പറ്റി പരിശോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ കത്തയച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ മറ്റു കാര്യങ്ങൾ പരിശോധിക്കുന്ന കൂട്ടത്തിൽ. അതെ 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 അതൊക്കെ അവരെ പരിശോധനക്കാർ പരിശോധിക്കട്ടെ. അതിൻ്റെ പരിശോധന നടക്കുമല്ലോ, അന്വേഷണ സംഘം പരിശോധിക്കുമല്ലോ. അതാണ് ഏറ്റവും നന്നാവുക. പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായ പരാതി ചോദിച്ചപ്പോഴാണ് സിഎം ആ മറുപടിയിലേക്ക് വന്നത്. അതുകൊണ്ട് ദയവേത് അതിനും കൂടി ഒന്ന് മറുപടി പറയണം. എന്താ സംശയം? അദ്ദേഹം CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. പാർട്ടി നിയോഗിച്ച് എൻ്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിൻ്റെ പക്കലില്ല. ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോട് തള്ളിക്കളയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമില്ല. അൻവറോ മറ്റുള്ളവരോ കൊടുക്കുന്ന പരാതി അതേപോലെ സ്വീകരിച്ച് നടപടിയെടുക്കാനല്ല ശശി അവിടെ ഇരിക്കുന്നത്. ഈ സർക്കാരിന് നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റുന്ന നടപടി മാത്രം എടുക്കുന്നതിനാണ് അത് അവിടെ ഇരിക്കുന്നത്. അല്ലാത്ത നടപടി സ്വീകരിച്ചാൽ ശശിയല്ല ആരായാലും ആ ഓഫീസിൽ ഇരിക്കാൻ പറ്റില്ല. നിയമപ്രകാരമുള്ള നടപടി മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞു തീരട്ടെ, നിങ്ങളിങ്ങനെ ധൃതിപ്പെടുന്നത്. നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി ചെയ്തിട്ടുണ്ടാവില്ല. ആ ചെയ്യാത്തതിനൊക്കെയുള്ള വിരോധം വെച്ച് വിളിച്ചു പറഞ്ഞാൽ അതിന്റെ മേലെയൊന്നും മാറ്റുന്നതല്ല അത്തരം ആളുകളെ. അത് മനസ്സിലാക്കണം. അതെനിക്കറിയില്ല. അദ്ദേഹം പോയിട്ട് പറഞ്ഞു, അത് കേട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്താ പറഞ്ഞതെന്ന് നോക്കണം. അതെല്ലാം നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞതാണ്. ഒരാരോപണം വന്നു എന്നുള്ളതിന്റെ മേലെ മാത്രം ആരെയും ഒരു സ്ഥലത്തും മാറ്റില്ല. അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് മാത്രമേ മാറ്റൂ. അത് വ്യക്തതയുള്ള നിലപാടാണ്. ഞാൻ പറഞ്ഞല്ലോ, ആർക്കും വേണ്ടി പോയതല്ലത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേണ്ടി പോകേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതൊക്കെ പരിശോധനയുടെ ഭാഗമായി അദ്ദേഹത്തിൽ നിയതമായ അധികാരങ്ങൾക്കപ്പുറം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി നടപടി വരും. അതിനെപ്പറ്റി ഒരു ശങ്കയും വേണ്ട. നിങ്ങൾക്ക് ചോദ്യത്തിന് മറുപടിയല്ല വേണ്ടത്. നിങ്ങളൊരു ബഹളമയമാക്കാനാണോ ഉദ്ദേശം? എന്നാൽ ഓരോരുത്തരായി ചോദിക്കണ്ടേ, എന്നാലേ പറയാൻ പറ്റൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ ഇരിക്കാൻ തയ്യാറാണ്. അങ്ങയോ സർക്കാരിനെയോ പ്രതിനിധീകരിച്ച അല്ല ADGP RSS നേതാക്കളെ കണ്ടതെന്ന് അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്തിനു വേണ്ടി കണ്ടു എന്നുള്ളതും ആ കണ്ടതിൽ ഒരു അനൗചിത്യമുണ്ട് എന്നാണ് കരുതുന്നത്. അതൊക്കെ പരിശോധനയുടെ ഭാഗമായി വരട്ടെ. പരിശോധിച്ച് വന്നതിന് ശേഷം അതിലെന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അപ്പോൾ എന്ത് നടപടി എടുക്കുമെന്ന് പറയാം. ശരി ശരി. പരാതി കൊടുത്തിട്ടുള്ള പാർട്ടിക്കാണ്. അപ്പൊ അത് പാർട്ടി മാത്രം പരിശോധിക്കട്ടെ എന്ന നിലപാടാണ് മുഖ്യമന്ത്രിക്കുള്ളത്. ഒരു കാര്യം. മറ്റൊന്ന്, വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥൻ ADGP-യുടെ ക്രമസമാധാന ചുമതലയിൽ തുടരുന്നത് ശരിയാണ്? വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായുള്ള ആദ്യത്തെ വെരിഫിക്കേഷനാണ് നടക്കുക. ആ വെരിഫിക്കേഷൻ നടന്നതിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞത് ഏത് അന്വേഷണവും നടന്നതിന് ശേഷം അതിന്റെ ഭാഗമായി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ഉചിതമായ നടപടി വരും. അപ്പോൾ മാത്രമേ നടപടി ഉണ്ടാവൂ.